നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഓവർലോഡഡ് ടോൾ കേക്കാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ഓവർലോഡഡ് കേക്ക് ചെയ്യണം, ടോൾ കേക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് ഓവർലോഡഡ് ടോൾ കേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ പറയേണ്ട, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കാണ്. ചോക്ലേറ്റ് ലവേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പിന്നെ ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് ഉണ്ടാക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ടോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 കേക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഒറ്റ ബാറ്ററിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ ഈ ഒരു കേക്കും എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് ഓവനില്ലാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബീറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ബീറ്റർ ഇല്ലാത്തവർക്കും ഉണ്ടാക്കാം. സാധാരണ മിക്സിയിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ് ഓവർലോഡഡ് ടോൾ കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഓവർലോഡഡ് കേക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ചേർക്കുന്നത് കാഡ്ബറീൻ്റെ കൊക്കോ പൗഡറാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്ര ഡാർക്ക് കളർ കിട്ടുന്നതെന്ന്. അപ്പോൾ കാഡ്ബറീൻ്റെ കൊക്കോ പൗഡർ ആണെങ്കിൽ കുറച്ച് നല്ല ഡാർക്ക് കളർ കിട്ടും, നല്ല ടേസ്റ്റിയുമാണ്. ഇനി നമുക്കൊരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് അടിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് പതുക്കെ അങ്ങ് ഫോൾഡ് ചെയ്ത് അങ്ങ് എടുക്കാം. ചിലർക്ക് ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നുണ്ട്, പിന്നീട് കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശരിയാവാത്ത ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും അടിക്കേണ്ട, ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയും മാറ്റി വേറെ വാങ്ങിച്ചോളൂ. എനിക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. 2 കേക്ക് എനിക്ക് കളയേണ്ടി വന്നു. ബേക്കിംഗ് പൗഡറിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ശരിയാവുന്നില്ല. അപ്പം ഞാൻ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയും മാറ്റി, രണ്ടും മാറ്റി. നല്ല ടോപ്പ് ബ്രാൻഡ് ബേക്കിംഗ് പൗഡർ തന്നെയായിരുന്നു അത്. എന്നിട്ടും അതെന്തോ ആ ബാച്ചിൽ ഇറങ്ങിയിട്ടുള്ള എന്തോ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ മാറ്റി വേറെ ബ്രാൻഡിൻ്റെ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ബാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2 പാത്രത്തിലേക്ക് പകുതിയായിട്ട് എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ടോൾ കേക്ക് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ട്രേയിൽ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ പകുതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പകുതിയിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 5 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. അതിൻ്റെ ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്കൊരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. ആയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിതിനടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ അടുത്ത ബാറ്റർ വെച്ച് കൊടുക്കണം. അതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ മാറ്റി വെച്ച ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നമ്മുടെ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും നമുക്ക് അതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ മാത്രം ബീറ്ററോട് ചെയ്താൽ മതി കേട്ടോ. ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിൽ നമ്മൾ സാധാരണ കേക്ക് ചെയ്യാറില്ലേ, അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതാ ഞാൻ എടുക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ടാണ്. ഒരു 300 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, പീസാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ട് പീസാക്കി വെച്ചേ ഉള്ളൂ. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 150 ml ആണ്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഗണാഷ് ചെയ്യുമ്പോൾ ചെറിയൊരു രീതിയിൽ കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം, പഞ്ചസാര ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ടൊക്കെ ചേർത്തതിന് ശേഷം ചേർക്കേണ്ട. അപ്പം ആ പഞ്ചസാര അലിഞ്ഞു കിട്ടില്ല. ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്, നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പം നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. സൈഡിലൊക്കെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന
ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നമുക്ക് തീ വളരെ കുറച്ച് വെച്ചിട്ട് പതുക്കെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അതങ്ങ് പതുക്കെ അങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ അത് മെൽറ്റായിട്ടുണ്ട്, നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഓഫാക്കിയിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 1.5 കപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റർ വെച്ചിട്ടും വിസ്ക് വെച്ചിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ഗണാഷ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഗണാഷ് എടുത്ത് നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അല്ല ഇപ്പം ചെയ്യാനാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 കേക്കും റെഡി ആയിട്ടുണ്ട്. ഒന്ന് ലെയർ ചെയ്തെടുക്കാം. നമ്മുടെ ചെറിയ ബേക്കിംഗ് ട്രേയിലല്ലേ വെച്ചത്, അതുകൊണ്ട് നടുഭാഗം കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട്. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 3 ലെയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ 6 ലെയറും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് ലെവൽ സോക്കിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നേരത്തെ ചെയ്ത് വെക്കരുത് കേട്ടോ, സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രീം ആക്കി കൊടുക്കുകയാണ്. ഈ ക്രീം ആക്കി കൊടുക്കുന്നത് കേക്ക് ബോർഡിൻ്റെ മുകളിൽ നിന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ക്രഞ്ചി ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതിപ്പം ഞാൻ നമ്മുടെ ചോക്ലേറ്റ് റെസ്ലെച്ചസ് കേക്കിൽ ഇട്ടില്ലേ, അതാണിത്. ഇത് ആകുമ്പം കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മഞ്ചൊക്കെ കഴിക്കുന്ന ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും, എന്നാൽ ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. സിറപ്പ് ഒഴിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ക്രീം തേച്ച് ചോക്ലേറ്റ് ക്രഞ്ചി ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ലെയറും ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം കേക്ക് ഇതിപ്പോൾ ചോക്ലേറ്റ് കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഗോൾഡൻ കളർ ബോർഡ് വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. കാരണം ആ സൈഡിലൊക്കെ അതിന്റെ ആ ഒരു ഗ്ലെയർ അടിച്ച് നല്ല പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുകയാണ് നല്ലത്. ഒരുപാട് പേര് പല കേക്കുകളും ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ കേക്കുകളും ഞാൻ ചെയ്യും കേട്ടോ. എനിക്ക് കുറച്ച് സമയം തരണം. ക്രിസ്മസിന് മുമ്പ് ഫോണ്ടൻ കേക്ക് ചെയ്യണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യാൻ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൈ ചെറുതായിട്ടൊരു പണി തന്നു. അപ്പം അതുകൊണ്ട് ഫോണ്ടൻ കേക്ക് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ കൈ പ്രസ് ചെയ്തിട്ടൊക്കെ ചെയ്യണ്ടേ. അപ്പം അത് ചെയ്യാൻ ഇപ്പം ഇതുവരെയ്ക്കും പറ്റിയിട്ടില്ല. ദൈവം സഹായിച്ചാൽ ചെയ്യാൻ പറ്റും. ടോൾ കേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലെയേഴ്സ് ഒക്കെ ഒന്നും ഇളകി പോവാതെ നല്ല സെക്യൂർ ആയിട്ട് വെക്കാനായിട്ട് നമുക്ക് ഇതുപോലെ സ്ക്യൂർ വാങ്ങിക്കാനായിട്ട് കിട്ടും. നമ്മൾ പൊട്ടറ്റോ ടൊർണാഡോ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനിതിപ്പോ സെക്യൂർ ചെയ്യുന്നത്. സ്ട്രോ ഉണ്ടെങ്കിൽ സ്ട്രോ വെച്ച് ചെയ്യാം. പക്ഷെ ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ സ്ട്രോ ഇല്ലല്ലോ, പേപ്പറിന്റെ സ്ട്രോ വെക്കരുത് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും കമ്പ് ഇർക്കിലിയായാലും വെച്ച് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് വെക്കുന്നതിന് മുമ്പ് പുറത്ത് വെച്ചിട്ട് ഒന്ന് ഏകദേശം ഒന്ന് ഹൈറ്റ് നോക്കി അതൊന്ന് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഒരു 3 സ്ഥലത്തായിട്ടൊന്ന് കുത്തി അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിത് ലാസ്റ്റ് ലെയർ വെക്കുന്നതിന്റെ തൊട്ട് മുന്നാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ക്രീം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് സൈഡിലും അതേപോലെ തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ടോൾ കേക്ക് ചെയ്യുമ്പോൾ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ ചെയ്യാൻ ഇച്ചിരി ഒന്ന് പാടുപെടും. ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു സ്ക്രൈപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. സ്ക്രൈപ്പറിന് നീളം കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ പതുക്കെ ഒന്ന് വെച്ചൊന്ന് കറക്കിയാൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വീതിയുള്ള കത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് കറക്കി കൊടുക്കാം. അപ്പോൾ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കേക്ക് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിലേക്ക് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഹൈറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഗണാഷ് കേക്കിന്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
ഗനാഷ് ഒഴിക്കുമ്പോൾ പതുക്കെ നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ. കാരണം നമ്മുടെ സാധാരണ ഗനാഷ് പോലെയല്ല, ഇത് കുറച്ച് തിക്ക് ഗനാഷാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒഴിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തണുത്ത കേക്കല്ലേ, അപ്പോൾ അത് അവിടെ അങ്ങ് സെറ്റായി പോവും, സൈഡിലേക്കൊക്കെ ഒഴുകി പോകാതിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒഴിച്ച് സൈഡിലൊക്കെ ഇങ്ങനെ ഒഴുകിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെ തന്നെ നമുക്കിതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും നല്ല തിക്കായി കിട്ടും. അപ്പോൾ അതൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഞാനിത് അതിൽ ഒരു സ്റ്റീലിന്റെ സ്ക്രേപ്പർ ഉണ്ട്, ഇത് ജസ്റ്റ് ഞാനൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ കേക്കിന്റെ മുകളിലേക്ക് വെച്ച് പതുക്കെ ഒന്ന് കറക്കി കൊടുക്കുകയാണ്. ഒന്നുകിൽ ചൂട് വെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിൽ മുക്കി ഒന്ന് തുടച്ചതിന് ശേഷം ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചൊന്ന് ചൂടാക്കി ഇതങ്ങ് ചൂടാക്കിയതിന് ശേഷം വെച്ചാലും മതി. ഇനി ഇതുപോലത്തെ സ്റ്റീലിന്റെ സ്ക്രേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പാലറ്റ് നൈഫ് തന്നെ ചൂടാക്കിയിട്ട് വെച്ചാൽ മതി. ഇപ്പം നമ്മളിത് ചൂടാക്കി ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അത് പതുക്കെ അങ്ങ് മെൽറ്റ് ആവും. ചോക്ലേറ്റ് പതുക്കെ മെൽറ്റായിട്ട് നല്ലൊരു ഷേപ്പിൽ, നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. നമ്മുടെ ഗനാഷ് മുഴുവനും എടുത്തിട്ടില്ല, ബാക്കി ഗനാഷ് ഉണ്ട്. അപ്പം അത് ഞാൻ കുറച്ച് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കുകയാണ്. അത് കട്ടിയായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, അപ്പോൾ കുറച്ചൊന്ന് ലൂസായി കിട്ടും. നമുക്കിത് വെച്ചിട്ടൊന്ന് സൈഡിൽ കുറച്ച് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു പകുതി പോർഷൻ മാത്രമാണ് ഡ്രിപ്പ് ചെയ്യുന്നത്. അതപ്പോൾ സൈഡിൽ ഡ്രിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രിപ്പ് ചെയ്തത് മാത്രം നമുക്കൊന്ന് ഗോൾഡൻ കളറാക്കി കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നാരങ്ങ നീരാണ് ഒഴിച്ചിരിക്കുന്നത്, അതൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബ്രഷ് വെച്ചിട്ട്, വളരെ തിന്നായിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്, അല്ലെങ്കിൽ സൈഡിലേക്കൊക്കെ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ബ്രഷ് വെച്ച് പതുക്കെ ഒന്ന് ഇതിൽ മുക്കി നമുക്ക് ഡ്രിപ്പ് ചെയ്തിരിക്കുന്ന ആ പോർഷനിൽ മാത്രം ഒന്ന് തേച്ച് കൊടുക്കാം. ആ ഡ്രിപ്പ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റിന്റെ പോർഷൻ അത് തണുത്തതിന് ശേഷമേ നമ്മൾ ഈ ഗോൾഡൻ ഡസ്റ്റ് ആക്കി കൊടുക്കാവുള്ളൂ. തണുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നല്ല കട്ടിയായിട്ടുണ്ടാവും. എന്നിട്ട് വേണം നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് ആക്കി കൊടുക്കാനായിട്ട്. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ആർക്ക് വേണേലും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ആ ഡ്രിപ്പ് ചെയ്ത് വന്നതിൻ്റെ അറ്റത്തായിട്ട് ഗോൾഡൻ ബോൾ വെച്ച് കൊടുക്കുകയാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇതിങ്ങനെ ഒഴുകി ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചോക്ലേറ്റ് ആണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിത് ഒരു ഹെർഷീസിൻ്റെ ഒരു ചോക്ലേറ്റ് ഉണ്ട്, അത് കുറച്ച് നീളമുള്ളതൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഫെറാറോ റോഷർ ചോക്ലേറ്റ് ഉണ്ട്, കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചിരുന്നതാണ്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പം ഇത് മാത്രമല്ല, വേറെ എന്തൊക്കെ ചോക്ലേറ്റ്സ് കയ്യിലുണ്ടോ അതൊക്കെ വെക്കാം. നമ്മുടെ ഇത് കേക്ക് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഓവർലോഡഡ് കേക്കാണ്. അപ്പം എന്തൊക്കെ ചോക്ലേറ്റ്സ് ആവശ്യമുണ്ടോ, കുട്ടികൾക്കൊക്കെ ഏത് ചോക്ലേറ്റ് ആണോ ഇഷ്ടം അതൊക്കെ വെച്ച് കൊടുക്കാം. ഈ കാണുന്ന ചോക്ലേറ്റ്സ് ഒക്കെ മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ്സ് ആണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബാക്കിയിരുന്ന ഗനാഷ് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് തിക്കാവും കേട്ടോ. അപ്പോൾ അങ്ങനെ തിക്കായി കഴിയുമ്പം നമുക്കത് പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കാം. പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ട് ഇതിപ്പോൾ ഈ ഒരു നോസിലാണ് കേട്ടോ ഇടുന്നത്. ഈ ഒരു നോസിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് ചുറ്റിച്ച് ഒരു ഫ്ലവർ പോലെ വരച്ചു കൊടുക്കാം. ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതും ഒരു ചോക്ലേറ്റ് തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ചോക്ലേറ്റ് ഓവർലോഡഡ് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ടങ്ങ് നിറയ്ക്കുകയാണ്. ഈ ഡിസൈൻ മുകളിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ, സൈഡിലൊന്നും ചെയ്യണ്ട. സൈഡിലൊക്കെ ചെയ്താൽ അവിടെ നിൽക്കില്ല, കാരണം നമ്മുടെ സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അത് ഊർന്ന് താഴെ പോവുകയുള്ളൂ. ഇനി ഞാനിതാ ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കുറച്ചൊന്നും അധികം ലൂസാക്കിയിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഒരു ഡിസൈനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് പതുക്കെ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ തെറിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ കിട്ടും. നമ്മൾ വിചാരിക്കാത്ത നല്ല നല്ല ഡിസൈനൊക്കെ കിട്ടും. ഒരു അൺഈവൻ ആയിട്ടുള്ള ഡിസൈൻസ് ഇങ്ങനെ തെറിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കേക്കിൻ്റെ മുകളിൽ അറിയാതെ പോലും കൈ തട്ടിപ്പോകരുത്. കുറച്ച് ദൂരെ വെച്ചിട്ടൊന്ന് തെറിപ്പിച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കേക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇതേ ഡിസൈൻ വെച്ച് കവർ ചെയ്യാം കേട്ടോ. സൈഡിൽ ഡ്രിപ്പ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ 2 ഡിസൈൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിൽ വേണമെങ്കിൽ ഒരു ഡിസൈൻ തന്നെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. ഇതപ്പം നമ്മുടെ ചോക്ലേറ്റ് ഓവർലോഡഡ് ടോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും ക്യാമറയിൽ കാണുന്നതിലും അടിപൊളിയാണ് കാണാനായിട്ട്. ആ ഗോൾഡൻ ബോർഡ് ആയതുകൊണ്ട് തന്നെ സൈഡിൽ ആ ഒരു റിഫ്ലക്ഷൻ വന്നിട്ട് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേക്കിന് തന്നെ ഒരു എടുപ്പാണ് ആ ഒരു ബോർഡ് വെച്ചാൽ. പിന്നെ മൊത്തത്തിൽ അടിപൊളി കേട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
ഈ ഒരു കേക്ക് 1.5 കിലോയോളം വരുന്ന ഒരു കേക്കാണ്. ഇതിൻ്റെ ഇപ്പം റേറ്റ് എന്ന് പറയുന്നത് 1000 രൂപ മുതൽ 1400 രൂപ വരെയാണ്. നമ്മൾ ഏതൊക്കെ ചോക്ലേറ്റ് ആണ് വെക്കുന്നത് എന്നതിനനുസരിച്ചും പിന്നെ നമ്മുടെ ഏരിയയ്ക്ക് അനുസരിച്ചൊക്കെ റേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ ഈ ടോൾ കേക്ക് ചെയ്യുന്ന സമയത്താണ് ഓർത്തത്, ഇനി ബേക്കിംഗ് ക്ലാസ്സിലൊക്കെ പറയണം എന്ന് വിചാരിച്ച് വിട്ടുപോയ ഒരു കാര്യമാണ്. ബർത്ത്ഡേ പാർട്ടികളിലൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ മുഖം പിടിച്ച് കേക്കിലേക്ക് അമർത്തുക എന്നുള്ളൊരു ട്രെൻഡ് ഇപ്പോൾ വല്ലാതെ നിലനിന്ന് വരുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ ക്രീമൊക്കെ തോണ്ടി മുഖത്തൊക്കെ തേക്ക് അങ്ങനത്തെയൊക്കെ ആയിരുന്നു. ഇപ്പം അത് മാറി മുഖം പിടിച്ച് അമർത്തുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അത് പ്രത്യേകിച്ച് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ സ്ക്വയർ കമ്പുകളും ഒക്കെ കുത്തി വെച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ടോൾ കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ 2 ടയർ 3 ടയർ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അത് വലിയ അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. ഹോം ബേക്കേഴ്സൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊന്ന് പ്രത്യേകിച്ചൊന്ന് ഓർമ്മപ്പെടുത്തണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ഈ ഒരു കാര്യം ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തത് തന്നെ. എന്തായാലും എന്നെ അത് ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ്. അതുകൊണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് ഒന്ന് അവെയർ ആയിരിക്കണേ. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാനേ. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുറച്ച് ഗനാഷ് കുറച്ച് തിക്കായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കത്തി ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അധികം കട്ടിയൊന്നുമില്ല. കട്ട് ചെയ്തു. അടുത്ത ഇതും കട്ട് ചെയ്യാൻ നമുക്ക് പതുക്കെ വലിക്കാം. ഇത് ശ്രദ്ധിക്കണം, ടോൾ കേക്കാണ്. മുറിച്ച പീസ് മറിഞ്ഞു പോവാതെ പതുക്കെ എടുക്കാം. അപ്പോൾ അതിന് നീളത്തിലൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് കിടത്തി വെച്ച് കൊടുക്കട്ടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അടിപൊളി കേക്കാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പം ഞാൻ കഴിക്കട്ടെ. ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു കേക്കാണെങ്കിൽ നല്ല ജ്യൂസി കേക്കാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ക്രഞ്ചിനെസ്, ചോക്ലേറ്റ് ക്രഞ്ചസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ക്രീമാണെങ്കിലും അപാര ടേസ്റ്റാണ്. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ലവേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ആ കേക്ക് കഴിക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ആ ക്രിസ്പി ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ക്രിസ്പി ചോക്ലേറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ച് അല്ലെങ്കിൽ കിറ്റ്കാറ്റോ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഒരു ക്രഞ്ചിനെസ് കഴിക്കാൻ കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേക്കിൽ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളെന്ന് പറയുന്നത് തന്നെ ചോക്ലേറ്റ് ലവേഴ്സ് അല്ലേ, അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഓവർലോഡഡ് കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.